20 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുമായി സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു പാർട്ടിയായി കോക്രോച്ച് ജനതാ പാർട്ടി മാറിയിരിക്കുന്നു. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാം. പക്ഷേ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ വൃത്തങ്ങളെയും ഇന്റലിജൻസ് ബ്യൂറോയെയും ഒരേപോലെ ചിന്തിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ജനകീയ പ്രതിഭാസമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി മാറിക്കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി? എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം? വെറും ഒരു തമാശയായി തുടങ്ങിയ ഈ ഓൺലൈൻ കൂട്ടായ്മ എങ്ങനെയാണ് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതിഷേധ ശബ്ദമായി മാറിയത്? ഈ കഥയുടെ തുടക്കം നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ ഗൗരവമുള്ള ഒരിടത്തു നിന്നാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്ന്. ഇക്കഴിഞ്ഞ മെയ് 15-നാണ് സംഭവം നടക്കുന്നത്. ഒരു കേസിന്റെ വാദത്തിനിടയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് വ്യാജ ബിരുദങ്ങൾ കാണിച്ച് മാധ്യമ രംഗങ്ങളിൽ കടന്നുകൂടി സിസ്റ്റത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ചില വ്യക്തികളെയായിരുന്നു. എന്നാൽ ആ വാദത്തിനിടയിൽ ജോലിയില്ലാത്ത ചില യുവാക്കളെയും ആക്ടിവിസ്റ്റുകളെയും അദ്ദേഹം പാറ്റകളോടും പാരസൈറ്റ്സിനോടും ഉപമിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നു. തൊഴിലില്ലായ്മയും പരീക്ഷാ പേപ്പർ ചോർച്ചയും കാരണം ഇതിനകം തന്നെ കടുത്ത നിരാശയിലും അമർഷത്തിലും കഴിഞ്ഞിരുന്ന ഇന്ത്യ യുവത്വത്തിന് നേരെ വീണ ഒരു തീപ്പൊരിയായിരുന്നു ആ വാക്ക്. ഞങ്ങൾ പാറ്റകളാണല്ലേ എന്ന ചോദ്യത്തോടെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ജനരോക്ഷം ആളിപ്പടർന്നു. ചീഫ് ജസ്റ്റിസ് പിന്നീട് തന്റെ പ്രസ്താവനയിൽ തിരുത്തലുകളും വിശദീകരണങ്ങളും നൽകിയെങ്കിലും അതിനു മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ആ പ്രതികാരം ആളിക്കത്തിയിരുന്നു. മെയ് 16-ന് മുൻപ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് റിലേഷൻസിൽ ബിരുദം നേടിയ അഭിജിത് ദിപ്കെ ഒരു പ്രഖ്യാപനം നടത്തി. അപമാനിക്കപ്പെട്ട എല്ലാ പാർട്ടികൾക്കും ഒരുമിച്ച് കൂടാൻ ഇതാ ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെ അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടിക്ക് രൂപം നൽകി. വളരെ കൗതുകകരമായ കാര്യം, ഈ പാർട്ടിയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തതും ഇതിന്റെ പ്രകടന പത്രിക അഥവാ മാനിഫെസ്റ്റോ തയ്യാറാക്കിയതുമെല്ലാം ChatGPT, ക്ലൗഡ് തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ചാണ്. വെറുമൊരു ഡിജിറ്റൽ പരിഹാസമായി തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലായിരുന്നു. കേൾക്കുമ്പോൾ തികച്ചും ഹാസ്യാത്മകമായ യോഗ്യതകളും ആശയങ്ങളുമാണ് ഈ പാർട്ടിക്കുള്ളത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ടാഗ് ലൈൻ എന്താണെന്നറിയാമോ? വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ്, അതായത് അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം. വെബ്സൈറ്റ് തുടങ്ങി ആദ്യ 48 മണിക്കൂറിനുള്ളിൽ ഒരു ഗൂഗിൾ ഫോം വഴി മാത്രം 40,000-ലധികം യുവാക്കളാണ് ഇതിൽ അംഗത്വമെടുത്തത്. നിലവിൽ ഇത് 3.5 ലക്ഷത്തിലധികം പിന്നിട്ടു. ആളുകൾ ഇതിനെ ഒരു തമാശയായിട്ടല്ല, മറിച്ച് നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയോടുള്ള തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്ന ടാഗ് ലൈനോടെ രൂപം കൊണ്ട CJP അങ്ങനെ വെറുതെ വന്ന് ഹൈപ്പുണ്ടാക്കി സോഷ്യൽ മീഡിയ ഭരിക്കുകയല്ല. അവർക്ക് പറയാൻ കൃത്യമായ അജണ്ടകളുണ്ട്. ഒന്നാമത്തെ അജണ്ട, CJP അധികാരത്തിലെത്തിയാൽ ഒരു ചീഫ് ജസ്റ്റിസിനും വിരമിക്കൽ ആനുകൂല്യമായി രാജ്യസഭാ സീറ്റ് നൽകില്ല. 2, അർഹരായ ഒരാളെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യും. പൗരന്റെ വോട്ടവകാശം നിഷേധിക്കുന്നത് ഭീകര പ്രവർത്തനത്തിന് തുല്യമായ കുറ്റമാണ്. 3, പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീ പ്രാതിനിധ്യം 50% പാർലമെന്റിന് നിലവിലുള്ള അംഗസംഖ്യ വർദ്ധിപ്പിക്കാതെ ഇത് നടപ്പിലാക്കും. മന്ത്രിസഭയിലും 50% വനിതാ സംവരണം നടപ്പാക്കും. അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കും. ഗോദി മീഡിയ ആങ്കർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് അന്വേഷണം നടത്തും. 5, MPയോ MLAയോ കൂറുമാറിയാൽ 20 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അധികാര പദവികൾ വഹിക്കാനോ അനുവദിക്കില്ല. ഇൻസ്റ്റഗ്രാമിൽ ഈ പാർട്ടി ഉണ്ടാക്കിയ ഭൂകമ്പം ചെറുതല്ല. 5 ദിവസം കൊണ്ട് മില്യൺ ഫോളോവേഴ്സ് നേടുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. എന്നാൽ ഈ വളർച്ച അധികാരികളെ ഭയപ്പെടുത്തിയെന്നതിന്റെ തെളിവാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ടത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒഫീഷ്യൽ X അക്കൗണ്ടും ഇൻസ്റ്റഗ്രാം പേജും പെട്ടെന്ന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ലംഘിച്ചു എന്ന് കാണിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. എന്നാൽ പാർട്ടികളെ അത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജെൻസി യുവാക്കൾ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങി. മണിക്കൂറുകൾക്കകം പുതിയ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ഇതൊരു വെറും തമാശയല്ല, മറിച്ച് കടുത്ത രാഷ്ട്രീയ പ്രതിഷേധമാണ്. ഇന്ത്യയിലെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളായ തൊഴിലില്ലായ്മ, നീറ്റ് പോലുള്ള മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ, പേപ്പർ ചോർച്ചകൾ എന്നിവയോടുള്ള അതിശക്തമായ അമർഷമാണ് ഈ മീം പേജിലൂടെ പുറത്തു വരുന്നത്. കാര്യങ്ങൾ വലിയൊരു തരംഗമായതോടെ ഗവൺമെന്റ് സംവിധാനങ്ങളും ഉണർന്നു കഴിഞ്ഞു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ പ്രസ്ഥാനം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഭരണകൂട വിരുദ്ധ, ദേശവിരുദ്ധ ഉള്ളടക്കങ്ങൾ അതിവേഗം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും യുവാക്കളെ വ്യവസ്ഥിതിക്കെതിരെ തിരിക്കാൻ ഈ പ്ലാറ്റ്ഫോമിന് സാധിക്കുന്നുണ്ടെന്നുമാണ് IB വ്യക്തമാക്കുന്നത്. ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ഈ ഓൺലൈൻ പ്രസ്ഥാനം അതിവേഗം പടരുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി
ഏഷ്യൻ രാജ്യങ്ങളിൽ അടുത്തിടെയായി കണ്ടുവരുന്ന വലിയ യുവജന മുന്നേറ്റങ്ങളുടെ ഒരു ഡിജിറ്റൽ പതിപ്പാണ്. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഗവൺമെന്റുകളെ പിടിച്ചുലച്ച പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അവിടുത്തെ യുവാക്കളായിരുന്നു. ഇന്ത്യയിൽ അത് തെരുവുകളിലേക്ക് പടരുന്നതിന് പകരം ഡിജിറ്റൽ സ്പേസിൽ ഒരു വിപ്ലവമായി മാറിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ രാഷ്ട്രീയ മൂവ്മെന്റായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി നമുക്ക് നൽകുന്ന പാഠം ഒന്നു മാത്രമാണ്: ജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവാക്കളുടെ ആവശ്യങ്ങളെയും അവരുടെ നിരാശകളെയും അധികാരികൾ വില കുറച്ച് കാണരുത്. പാറ്റകളെ പോലെ അവഗണിക്കപ്പെടുന്ന ഈ വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ കെൽപ്പുള്ളവരാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു.